അല്ലാണ്ട് നിർത്തേണ്ട രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഭക്ഷ്യ മേഖലയെ നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. 300% വരെ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 420 രൂപയാണ് കിലോയുടെ വില. തേങ്ങ 70 രൂപയായി. ഇത് ഓണക്കാലമാകുമ്പോൾ അത് വലിയ തോതിൽ കൂടാൻ സാധ്യതയുണ്ട്. പച്ചക്കറിയുടെയൊക്കെ വിലക്കയറ്റം ഞങ്ങൾ ചിന്തിക്കാൻ പോലും മേലാത്ത രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. കൈമ അരി എന്ന് പറയുന്നത് ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന അരിക്ക് ഇപ്പോൾ 140 രൂപ വിലയായി. 60 രൂപയിൽ 70 രൂപയിൽ കിടന്നാണ്. മട്ട അരിയുടെ വില 40 രൂപയിൽ 65 രൂപയിലേക്ക് എത്തി. സർവത്ര സാധനത്തിന് വിലക്കയറ്റമാണ്. പക്ഷേ ഇതൊന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഒരു ഫിനിഷ് പ്രോഡക്റ്റ്, ഒരു കേറ്ററിങ്ങിൻ്റെ ഒരു വില വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുന്നില്ല. കാരണം അത് ജനങ്ങൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാര്യം. നമുക്ക് കിട്ടുന്ന എല്ലാം ഇപ്പോൾ ബീഫ് 440 രൂപയെ, മട്ടൺ 1050 രൂപയെ, ഫിഷിൻ്റെയൊക്കെ വില, മത്സ്യവിഭവങ്ങളുടെ വില ചിന്തിക്കാൻ പോലും വേണ്ട. നത്തോലിക്ക് തന്നെ 240 രൂപ 300 രൂപ വിലയാണ്. അപ്പം ഇങ്ങനെ പോയാൽ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരു സർക്കാരിനും എതിരല്ല, കേന്ദ്ര സർക്കാരിനും എതിരല്ല, സംസ്ഥാന സർക്കാരിനും എതിരല്ല. നമ്മുടെ ആവശ്യം ഈ പൂഴ്ത്തിവെപ്പും ഒക്കെ നിർത്തി ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് ഇവിടുത്തെ ഭക്ഷ്യവകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ഇടപെടണം. ഇപ്പോൾ നിരന്തരമായി എല്ലാ കേറ്ററിംഗ് യൂണിറ്റുകളിലും ഫുഡ് സേഫ്റ്റിയുടെ പരിശോധനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിശോധനയും ഭാരിച്ച ശിക്ഷകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ഇപ്പോൾ ഹൈക്കോടതി കുപ്പിവെള്ളം നിരോധിച്ചു, ഞങ്ങളതിനെ സ്വാഗതം ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ആ ഒരു കുപ്പിവെള്ളം നിരോധിക്കുമ്പോൾ ഈ ഒരു കേറ്ററിംഗ് യൂണിറ്റിൽ 1000-1500 പേര് വരുന്നൊരു കേറ്ററിംഗ് യൂണിറ്റിന്റെ മാൻ പവർ 10% കൂടും. വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ടേബിൾ സെറ്റിങ്ങിൽ ആൾക്കാർ ഇരിക്കുന്നിടത്ത് എത്തണമെങ്കിൽ അത്രയും ആൾക്കാരെ വേണം. പാരമ്പര്യ തൊഴിലാളികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പാചക തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കുക്കിംഗ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം അതിന് വേറൊരു തരത്തിലേക്ക് ഷെഫ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ വേജസ് കൂടുന്നു, മറ്റു കാര്യങ്ങൾ കൂടുന്നു. ഇതനുസരിച്ച് ഒരു വിലവർധനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം 70% സാധാരണക്കാരായ ആൾക്കാരുടെ വീടുകളിലെ പാചകം ഒക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പം അതിന് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കൊന്നും അതിന് ലാഭകരമായി കൊണ്ടുനടക്കാൻ സാധിക്കാനില്ല, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ വില കൂട്ടാനും പറ്റുന്നില്ല. അപ്പം ഇതിന് മാർക്കറ്റിൽ ലഭിക്കുന്ന സാധനങ്ങളുടെ വില നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആവശ്യം. അപ്പം അതിനുവേണ്ടി ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമരം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ സമരമാണ് നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വലിയ വലിയ പ്രയാസങ്ങളുണ്ട് ഇതിനകത്ത് മാത്രമല്ല.